തിരുവല്ലയിൽ 4 ദിവസങ്ങളിലായി നടന്നുവരുന്ന മൈഗ്രേഷൻ കോൺക്ലേവ് 2024 ഇന്ന് സമാപിക്കുകയാണ്. അക്കാദമിക് സെമിനാറുകളിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ച നടക്കും. നിഖിൽ മലപ്പട്ടമുണ്ട് തിരുവല്ലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. നിഖിൽ, മൈഗ്രേഷൻ കോൺക്ലേവ് ഇന്ന് അവസാനിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇത്രയും ദിവസം അവിടെ നടന്നിരുന്നത്? എന്തൊക്കെ പ്രതീക്ഷകളാണ് പ്രവാസികൾക്ക് ഉള്ളത് ഈ ഒരു മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുത്തതിൽ? അവരുടെ ആശങ്കകളൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചു? എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത്? വിശദാംശങ്ങൾ. കീർത്തി, നവകേരള സൃഷ്ടിക്ക് പ്രവാസികളുടെ സഹകരണം എങ്ങനെയൊക്കെ ഉറപ്പുവരുത്താം എന്നതിൽ അധിഷ്ഠിതമായ ചർച്ചകളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വളരെ വിശദമായി 10-12 വേദികളിലായി നടന്ന ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നത്. ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും പ്രവാസികളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിന് ഏതൊക്കെ മേഖലയിൽ പ്രവാസികളുടെ സഹകരണം ആവശ്യമാണ്, അത് ഏതൊക്കെ തരത്തിൽ ലഭ്യമാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വിവിധ സെഷനുകളിൽ നടന്ന സെമിനാറുകളിൽ ചർച്ചയായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്ന് ഉള്ള ഒരുപാട് അതിവിദഗ്ധരായ അധ്യാപകരും മറ്റ് അക്കാദമിസ്റ്റുകളുമെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലും മറ്റും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സേവനം ഓൺലൈനായി അവർ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഓൺലൈനായും മറ്റും അവരുടെ സേവനം കേരളത്തിലെ സർവകലാശാലകളിലേക്ക് കൂടി ഉപയോഗപ്പെടുത്താനാവുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടമാകും. അതിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്ന പല സെമിനാറുകളും നടന്നു. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ ക്രോഡീകരിച്ച് ഇന്ന് നേരത്തെ കീർത്തി പറഞ്ഞതുപോലെ ഇന്ന് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്തും. അതേത് തരത്തിൽ പ്രാവർത്തികമാക്കാം എന്ന കാര്യത്തിൽ ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. മറ്റൊന്ന്, ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വയോജനങ്ങൾ ഈ നാട്ടിലുള്ള, ഒരുപക്ഷെ ഈ കോൺക്ലേവ് തിരുവല്ലയിൽ നടക്കുന്നു എന്നതിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു മേഖലയാണ് തിരുവല്ല എന്ന് പറയുന്നത്. സ്വാഭാവികമായും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് നാട് വിട്ട് വിദേശത്ത് കഴിയുന്ന പല ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക ഈ നാട്ടിലുള്ള രക്ഷിതാക്കളെ കുറിച്ചൊക്കെയാണ്. സ്വാഭാവികമായും അവർക്ക് അവിടെ നിന്ന് ആ ജോലി ഉപേക്ഷിച്ച് ഇവിടേക്ക് വരിക എന്നുള്ളത് ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതിനാൽ തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അവിടെ ജോലി ചെയ്യുമ്പോഴുള്ള അവരുടെ ഒരു മാനസിക വ്യതയുണ്ട്. കാരണം നാട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളപ്പോൾ അവരെ സംരക്ഷിക്കാൻ കൃത്യമായൊരു സംവിധാനമില്ലാത്ത, അല്ലെങ്കിൽ വീടുകളിൽ ആളുകളില്ലാത്തതൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ എങ്ങനെ മറികടക്കാം എന്ന ഒരു ആശങ്കയാണ് മറ്റൊരു സെഷനിലെ ചർച്ചയിൽ പ്രവാസികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനും കൃത്യമായ പോംവഴികൾ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ, ഒപ്പം യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഒക്കെ തന്നെ അത്തരം ആളുകൾക്ക് സംരക്ഷണവും മതിയായ സുരക്ഷയും കെയറും നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങൾ, പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ കോൺക്ലേവിൽ ഉയർന്നു വന്നിരുന്നു. മറ്റൊന്ന് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും സന്നദ്ധതയുമൊക്കെ ഈ പ്രവാസി കോൺക്ലേവിൽ പങ്കെടുത്ത ആളുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 75ഓളം രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി പങ്കെടുത്തത്. അവരെല്ലാം തന്നെ പല വിധത്തിലുള്ള ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാം എന്നൊരു ആശയം ഈ ചർച്ചകളിൽ മുന്നോട്ട് വച്ചിരുന്നു. അത് മാത്രമല്ല കീർത്തി, ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരൊക്കെ പ്രവാസികളായി മാറിയത് എന്തുകൊണ്ടാണ് ഇവർ കേരളം വിട്ടു പോയത് എന്നുള്ളത്. അതിനുള്ള ഉത്തരം ഒരുപക്ഷെ ഈ ഒരു 7-8 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ ഈ പ്രവാസികളെല്ലാം തന്നെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇന്നിപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. തങ്ങൾക്കൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുള്ള എല്ലാ പിന്തുണയും ലഭിക്കുന്നു. ഇനി പ്രവാസിയായി തുടരാനാണെങ്കിൽ തന്നെ അതിന് ഒരു പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രവാസിയും നമ്മുടെ നാടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ഘട്ടം മാറിയിരിക്കുന്നു, അതിൻ്റെ സാഹചര്യം മാറിയിരിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുത്ത പ്രവാസികളെല്ലാം തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ നിരവധി സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചവർ
ഉദ്ദേശിക്കുന്നവരും ഒപ്പം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെയും സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന സഹകരണത്തെക്കുറിച്ചും നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഒക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ നിരവധി സംരംഭങ്ങൾ തുടങ്ങാനുള്ള സന്നദ്ധത കൂടി ഈ ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇന്ന് ഈ കോൺക്ലേവ് സമാപിക്കുകയാണ്. വളരെ വിശദമായ ചർച്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വയോജന സംരക്ഷണം, ഉന്നത വിദ്യാഭ്യാസം, സംരംഭകത്വം, നൈപുണ്യ വികസനം എന്നീ 4 വിഷയങ്ങളിലായി നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്നത്. ഈ ചർച്ചകളിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഒരു വികസന റിപ്പോർട്ട് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതിന്മേൽ പിന്നീട് ഈ പത്തനംതിട്ട ജില്ലയിലെ നിയോജക മണ്ഡലങ്ങൾ തിരിച്ച് വിശദമായ ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾക്ക് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പ്രവാസി ക്ഷേമത്തിനായി പത്തനംതിട്ട ജില്ലയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഏജൻസികൾക്കുമൊക്കെ നടത്താനാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം തയ്യാറാക്കപ്പെടുകയാണ്. ഏതായാലും ഈ കോൺക്ലേവിലൂടെ ലക്ഷ്യമിട്ടതും അതായിരുന്നു. പ്രവാസി ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ഒപ്പം നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സഹകരണം സ്വീകരിക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഈ കോൺക്ലേവിൻ്റെ പ്രാഥമിക ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. ഏതായാലും ഇതുവരെയുള്ള ചർച്ചകൾ കണ്ടതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വളരെ ക്രിയാത്മകമായ ഇടപെടൽ പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് ഈ കോൺക്ലേവിനോട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കീർത്തി നമ്മൾ എടുത്തു പറയേണ്ടത്, ഒരുപക്ഷെ നമ്മുടെ മറ്റ് മാധ്യമങ്ങളൊന്നും വലിയ പ്രാധാന്യം നൽകിയില്ലെങ്കിൽ പോലും 1,70,000-ലേറെ ആളുകളാണ് വിവിധ ഘട്ടങ്ങളിൽ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ ഈ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമായത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയും അധികം ആളുകൾ പങ്കെടുത്ത ഇത്രയും വിശാലമായ ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് അല്ലെങ്കിൽ ഒരു പ്രവാസി സംഗമം നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഡോക്ടർ ടി എം തോമസ് ഐസക്കും ഒപ്പം എഴുത്തുകാരൻ ബെന്യാമിനും ഇങ്ങനെ നിരവധി ആളുകൾ പൂർണ്ണ സമയവും ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനോട് രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ പ്രവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പിന്തുണ അതും വളരെ വലിയ പിന്തുണയായിരുന്നു. അതും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഒരു ചരിത്രമായി മാറി തന്നെയാണ് തിരുവല്ലയിൽ ഈ മൈഗ്രേഷൻ കോൺക്ലേവ് ഇന്ന് സമാപിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കലാ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി നടന്നിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലുള്ള സാഹിത്യ ചർച്ചകളൊക്കെ നടന്നത്. എഴുത്തുകാരൻ ബെന്യാമിൻ, സംവിധായകൻ ബ്ലെസി, ഒപ്പം അടുത്ത ബ്ലെസിയുടെ ആടുജീവിതം ഈ ഏപ്രിൽ 10-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ ആ സിനിമയുടെ ചിത്രീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ ആടുജീവിതത്തിലെ യഥാർത്ഥ ജീവിതം അനുഭവിച്ച് തീർത്ത നജീബ് ഇന്നലെ ഈ പ്രവാസി സംഗമത്തിൻ്റെ വേദിയിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവാസ അനുഭവങ്ങൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി പങ്കുവച്ചിരുന്നു. ഒപ്പം ബെന്യാമിനും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എത്തിയ മുരുകൻ കാട്ടാക്കടയും PT കുഞ്ഞുമുഹമ്മദ് ഇന്നലെ സംവാദത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള എഴുത്തിലെ പ്രവാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഒപ്പം പ്രവാസ ലോകത്തെ സാംസ്കാരിക കൂട്ടായ്മകളുടെ ഭാഗമായുള്ള സംവാദങ്ങൾ നടന്നു. അവരുടെ പരിചയപ്പെടൽ നടക്കുന്നു. അങ്ങനെ സർവ്വതലത്തിലും പ്രവാസികളുടെ ഒരു സംഗമ ഭൂമിയായി തന്നെ തിരുവല്ല ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത്തരത്തിൽ പുരോഗമിച്ച ഒരു കോൺക്ലേവാണ് ഇന്ന് തിരുവല്ലയിൽ സമാപിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരും ഒപ്പം തന്നെ പ്രവാസികളും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ചർച്ചകളിൽ ഇത് ഒതുങ്ങുന്നില്ല. കൃത്യമായ ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഏകീകരിച്ച് അത് പ്രായോഗികമാക്കുന്നതോടുകൂടി പ്രവാസികൾക്കും ഒപ്പം പ്രവാസികളിലൂടെ നാടിനും വലിയ ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് അവരെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ചരിത്ര സംഭവമായി തന്നെ ഈ കോൺക്ലേവ് മാറുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് കോൺക്ലേവ് സമാപിക്കുക. കീർത്തി. ശരി, നിഖിലാണ് മൈഗ്രേഷൻ കോൺക്ലേവിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമഗ്ര വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.